ഭയങ്കര വിഷമായി. വിചാരിച്ചും പത്രം എടുത്ത് നോക്കി മമ്മൂട്ടിക്ക് എന്തെങ്കിലും പറ്റിയ ഈ ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് തോന്നുന്നുണ്ടായി. കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തു. അവരെ ഇഷ്ടംപോലെ കിട്ടില്ല, ഇഷ്ടംപോലെ. അവരൊക്കെ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത്? റീസൺ നമ്മുടെ ഈ വൈകല്യം. എസ്പെഷ്യലി എനിക്ക് വിഷമമെന്ന് വെച്ചാൽ ഒരു പടം ഇഷ്ടപ്പെട്ടില്ല, ഒരു കഥ ഇഷ്ടപ്പെട്ടില്ല തോന്നു പറയാം. ആദ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടുണ്ടാവും. അവിടെ വന്നിട്ട് ഇങ്ങനെ പറയും, ഞങ്ങളുടെ ഇന്ന് ഇങ്ങനെ പറയടാ പുള്ളി എന്നൊക്കെ പറയും. അപ്പം കേൾക്കുമ്പം കൂട്ടുകാരൻ നിലയിൽ, കൂട്ടുകാരെന്നല്ല, അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്കും സങ്കടം ഉണ്ടാവും, മനസ്സുവിഷമം ഉണ്ടാവും. അവൻ വന്നിട്ട് ഞങ്ങളുടെ തോളത്തൊട്ടി പറഞ്ഞു, സാരമില്ലടാ, അത് എന്നെ അറിയാത്തോണ്ടാ, നാളെ എന്നെ അറിയും, എന്നെ അറിയുമ്പോൾ അതങ്ങ് മാറും. കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. ഞാൻ ഇന്നുള്ളത് നമ്മുടെ പുതുമുഖ സംവിധായകൻ രാകേഷ് കൃഷ്ണയുടെ കൂടാണ്. അപ്പം ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. ഹലോ ചേട്ടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു സിനിമാ ജീവിതവും ഒക്കെ? നല്ല രീതിയിൽ പോകും. പഴം കണ്ടതായിട്ട് നല്ല അഭിപ്രായമാണ്. പിന്നെ നമുക്ക് 8ാം തീയതിയിലേക്ക് എത്തിയിട്ടുള്ളൂ. ആ 8ാം തീയതി നല്ല അഭിപ്രായമായിരുന്നു. ഇപ്പം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട പ്രേക്ഷകർ, ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ എന്ത് പറയുന്നു? എല്ലാവർക്കും നല്ല അഭിപ്രായം പറയുന്നു. നമ്മളെ കൊണ്ട് ചെയ്യുന്ന മാക്സിമം ചെയ്യുന്ന നല്ല അഭിപ്രായം. പിന്നെ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നു പടം. പക്ഷേ നമുക്ക് കൂടുതൽ തിയേറ്ററൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് പേര് പേഷ്യൻ്റ് മെസ്സേജ് അയക്കാറുണ്ട്, അവരൊക്കെ ചോദിക്കാറുണ്ട് പടം കാണാൻ പറ്റും, എന്നത്തേക്ക് കാണാൻ പറ്റും, പിന്നെ OTT എന്ന് വരും എന്നൊക്കെ ചോദിക്കാം. നമ്മൾ OTT വരും. ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് നമുക്ക് നോക്കാൻ തോന്നും. നമുക്കിപ്പോൾ ഏതൊക്കെ തിയേറ്ററാണ്? കായംകുളത്തുണ്ട് ഷോ, പന്തളത്തുണ്ട്, പിന്നെ കായംകുളത്തുണ്ടായിരുന്നു, പിന്നെ പന്തളം, പിന്നെ തിരുവനന്തപുരം, കോഴിക്കോട്, പിന്നെ നോർത്ത് പറവൂർ, ചേർത്തല. പുറത്തുനിന്നൊക്കെ ധാരാളം അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് അവർക്ക് കാണാൻ വയ്യാത്ത നിരാശയാണ്. ഒരുപാട് പുറത്തുനിന്നൊക്കെ മെസ്സേജിക്കാറുണ്ട്. പിന്നെ ആരോ ഒരാൾ, എനിക്കറിയത്തില്ല ആരാ, ഞാൻ പറയുന്നത് കേട്ടാ, ടിക്കറ്റ് ബുക്ക് ചെയ്തു, കുറച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു കാണിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മറ്റ് ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി. ആരാ എനിക്കറിയത്തില്ല. എന്റെ സുഹൃത്ത് ആ പുള്ളിക്ക് പ്രത്യേകം നന്ദി വേണം. അപ്പൊ ആരാധകരെയൊക്കെ കിട്ടി തുടങ്ങിയല്ലേ? ഒരു നാളത്തെ സ്വപ്നം തന്നെ ആയിരുന്നല്ലോ ഇത്. ഈ ഒരു കാര്യം ഇപ്പം സാക്ഷാത്കരിച്ച് കിട്ടിയപ്പം എന്താണ് പറയാനുള്ളത്? സന്തോഷമാണ്. പക്ഷേ എങ്കിലും ഓരോ സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതെന്താണ്? കഷ്ടപ്പെട്ട് വന്ന് നമുക്ക് അതിന് അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ ചെയ്തിട്ടെങ്കിൽ പണം ഇവിടെ എത്തിയത്. നമ്മൾ ശരിയാണ്, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണല്ലോ ഇപ്പൊ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി സന്തോഷിക്കല്ലേ വേണ്ടേ? സന്തോഷമുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം അത് വന്നോളൂ. അതിപ്പം ഫസ്റ്റ് സിനിമയല്ലേ ഇത്? ഇതിന് മുന്നേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? എന്ന് തൊട്ടായി ഈ ഒരു സിനിമാ മോഹം ഉള്ളിൽ കയറി തുടങ്ങിയേ? സിനിമാ മോഹം ഇവിടെ ജോണി വാക്കർ സിനിമയല്ലോ മറ്റേ, എന്തോ ജോണി വാക്കർ സിനിമ. ആ സിനിമ പണ്ട് ഞാൻ ടി വി ദൂരത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ കൈമാശം മരിക്കുക. മരിക്കുന്ന സമയത്ത് ഞാനിത് റിയലാണെന്ന് വിചാരിച്ചു. ഭയങ്കര വിഷമായി. വിചാരിച്ചും പത്രം എടുത്ത് നോക്കി മമ്മൂട്ടിക്ക് എന്തെങ്കിലും പറ്റിയ മമ്മൂട്ടി ഫാൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടിക്ക് എന്തെങ്കിലും പറ്റുമോന്ന് സിനിമ കണ്ടിട്ട് മമ്മൂട്ടി മരിച്ചെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് തപ്പെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യം വന്നു, മോനെ സിനിമയാണ്, റിയാലിറ്റി അല്ല. അങ്ങനെയാണ് ഒരു കൗതുകമുണ്ട്. അവിടെ നിന്ന് ആവണം. അന്ന് ഏത് ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്? ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 1ലോ 2ലോ കിട്ടാത്ത ഓർമ്മയില്ല എനിക്ക്. അങ്ങനെ ഈ പഴം കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെ ഭാഗക്കൊണ്ടായിരുന്നു സിനിമ കൗതുക. അന്ന് തന്നെ കൂടുതൽ സിനിമ കാണാൻ തുടങ്ങി. ഈ വെള്ളിയാഴ്ച 9:30 ഒട്ടുമിക്ക ഹിന്ദി പടങ്ങൾ വരുമല്ലോ, അപരാവത്തിൻ്റെയും ഗോവിന്ദൻ്റെ കുറേ പ്രാണിലെ കുത്തി കാണും. അങ്ങനെ സിനിമ ഇഷ്ടം തോന്നി. അതിങ്ങനെ വളർന്നു പ്ലസ് ആയപ്പോഴാണ് ശരിക്കും സിനിമ എന്താണ്, സിനിമയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. എന്നോട് കുറച്ച് മുന്നേ ഒരു 12 വർഷത്തെ കണക്ക് പറഞ്ഞല്ലോ, അത് കണക്കാണ്. ആ കണക്കിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നത്? അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ എഫേർട്ടാണ്.
12 വർഷമോ? ഈ സിനിമയല്ല, ഈ മുമ്പ് ഞാൻ കുറെ ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ പറയാത്തൊരു കാര്യം പറയാം. ഞാൻ ഒരു പ്രൊഡ്യൂസർ പോയിട്ട് കഥ പറഞ്ഞു. ഞാനും എൻ്റെ സുഹൃത്തു ചെയ്യുന്ന കഥ പറഞ്ഞു. ക്രിപ്റ്റ് വായിച്ചു. പുള്ളി കഥയും ക്രിപ്റ്റൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അന്ന് നമുക്ക് വലിയ അറിവൊന്നുമില്ല സിനിമയെ പറ്റിയിട്ട്. അങ്ങനെ പുള്ളി ഒരു കഥ കൊള്ളാം, ക്രിപ്റ്റും കൊള്ളാം, കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെ ഉദ്ദേശിക്കുന്നത്? നമ്മളൊന്ന് ദിലീപേട്ടനെ ഉദ്ദേശിക്കുന്നത്. ദിലീപേട്ടൻ കോമഡി ശ്രമിച്ച അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്ത് ആലോചിച്ചു. അപ്പോൾ നിങ്ങൾ പുള്ളിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും, ദിലീപേട്ടന് പോയി കഥ പറഞ്ഞതിന് ശേഷം പുള്ളി ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. അന്ന് ഭയങ്കര ആവേശമാണ്. CD അറിയത്തില്ല, സ്ക്രിപ്റ്റ് എഴുതി അതെങ്ങനെയും ഡയറക്ടൊക്കെ ഒന്നിപ്പിക്കും എന്നില്ല. അങ്ങനെ ആ സുഹൃത്ത് അവൻ ജോലി ചെയ്യാവുന്ന താമരയായിട്ട് പോയിട്ട് ജോലി എങ്ങനെ അവനങ്ങ് പോയി. അവൻ പോയി കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഇറങ്ങി. ആദ്യം ഞങ്ങൾ എറണാകുളത്ത് പോയി. ഒറ്റയ്ക്കല്ല, എൻ്റെ അമ്മാവനും മോനും കൊണ്ടായി. അപ്പം ഞങ്ങൾ കണ്ടു എറണാകുളത്ത് പോയി. എറണാകുളത്ത് പോയിട്ട് ഞങ്ങൾ ദിലീപിൻ്റെ ആലുവയുടെ വീട്ടിൽ പോയി. പുള്ളി അവിടെ ഇല്ല. അപ്പം പുള്ളി അകത്ത് സംസാരിച്ചു. ദിലീപ് ഓഫീസിൽ പോയി, ഓഫീസിൽ പോയി. ഓഫീസിൽ പോയിട്ടും നമ്പറൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പുള്ളിത്തെ വിളിച്ചു, എനിക്ക് ദിലീപിനെ കാണാൻ പറ്റിയില്ല, പുള്ളിയെ നമ്പർ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീണ്ടും പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നല്ലൊരു അസോസിയേറ്റ് ഡയറക്ടർ കണ്ടുപിടിക്കണം. അപ്പം ഡയറക്ടറെ അങ്ങനെ ഞങ്ങൾ മലയാളത്തിൽ മുന്നേ സിനിമയിലെ പ്രശസ്തമായ ഒരു ഡയറക്ടറാണ്. ആ പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറെ കണ്ടു. പുള്ളിയുടെ കഥ വാങ്ങി. പുള്ളി കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. പുള്ളി വാങ്ങി കഥ വളരെ കുഴപ്പമില്ല, നമ്മൾ ചെയ്യാം. പ്രൊഡ്യൂസറുണ്ട്, ഇന്നാരാണെന്ന് പറഞ്ഞു. പുള്ളി 2 പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഓക്കെ ചെയ്യാം, അങ്ങനെ നമുക്ക് നോക്കാം. പുള്ളിയെ നമ്പറൊക്കെ കൊടുത്തു. അങ്ങനെ ആ സമയത്ത് ഈ പ്രൊഡ്യൂസറിൻ്റെ നമ്മൾ ചില അസോസിയേറ്റ് ആയിട്ട് ഓക്കെ ആയിട്ടുണ്ട്. പുള്ളി കഥ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി ചെയ്യാൻ താല്പര്യം തോന്നുന്നു. ഓക്കെ അതിന് പിന്നെ 2 ദിവസം പുള്ളി വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ജമ്മെൻ്റെ ഈ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ പുള്ളി വീട്ടിൽ പോയി കണ്ടു. കണ്ടുപോകും ഒരാഴ്ച എനിക്ക് പടമൊന്നും ചെയ്യുന്നില്ല. ഇതുവരെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്, പെട്ടെന്നല്ലേ പടമൊന്നും ചെയ്യുന്നില്ല. ഇത് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് വേറൊരു ടീമിൻ്റെ കഥ കേട്ടുണ്ട് എന്നെ വിളിക്കുന്നു. ആ പടം നടന്നു. ആ പടം പുള്ളി ചെയ്തു. പക്ഷേ എസ്പെഷ്യലി എനിക്ക് വിഷമം വെച്ചാൽ ഒരു പടം ഇഷ്ടപ്പെട്ടില്ല, ഒരു കഥ ഇഷ്ടപ്പെട്ടില്ല തോന്നു പറയാം. കാരണം അത് എന്താ പറയാ, എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ദിലീപേട്ട് 8 ദിലീപേട്ട് വീട്ടിൽ പോന്നു. ദിലീപിനെ കാണാൻ ശ്രമിക്കുന്നു. ദിലീപിൻ്റെ നമ്പർ എടുക്കുന്നു. അതിനുശേഷം ഒരു അസോസിയേറ്റ് ഡയറക്ടറെ കാണുന്നു. പുള്ളിയുടെ കഥ പറയുന്നു. ഇതൊക്കെ എല്ലാം ചെയ്തു. പുള്ളിക്കെല്ലാം ആദ്യം പറയാം, രാകേഷ് പടം ഇപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ പടം കമ്മിച്ചിലാണ്. ഇന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും അതിൻ്റെ കാര്യമുണ്ടോ? സാരമില്ല, അതൊരു പാഠമായിട്ട് അങ്ങ് കണ്ടു. ആ ഡയറക്ടർക്കും അതേപോലെ പ്രൊഡ്യൂസർക്കും ഒക്കെ കൊടുക്കാവുന്ന ഒരു പ്രതികാരം തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞിട്ടുള്ള? ഡയറക്ടർക്ക് പ്രതികാരമൊന്നുമില്ല, പ്രൊഡ്യൂസറും പ്രതികാരമില്ല. കാരണം അവരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് അത് തന്നെ ഞാനിപ്പോ പറഞ്ഞത്. ഇന്നിപ്പോ ഈ സിനിമ എനിക്ക് ചെയ്യാം, ധൈര്യം കിട്ടിയോ? അത് അനുഭവമാണ്. എല്ലാം ഓരോ അനുഭവങ്ങള് ഒരുപാട് ഒത്തിരി ത്യാഗം സഹിച്ചെന്ന് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞ ഓരോരുത്തരത്ത് ചെല്ലുമ്പോൾ ഈ അവഗണനയൊക്കെ നേരിട്ടിട്ടുണ്ടോ? അവഗണന ഇഷ്ടംപോലെ. അവരൊക്കെ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത്? റീസൺ നമ്മുടെ ഈ വൈകല്യം കൊണ്ട്. എന്നെ അത് നമ്മളെ പറ്റി ഒരാൾ ആദ്യം ഇപ്പം നിങ്ങളായാലും ആദ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പം നമ്മൾ അപ്പം അതെന്തും ആയിക്കോട്ടോ. നമ്മളിപ്പോൾ ഒരാളെ ഫോൺ വിളിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശരി മീറ്റ് ചെയ്യാം എന്ന് പറയുമ്പം അവിടെ മീറ്റ് ചെയ്യുന്ന വെച്ച് കാര്യങ്ങൾ തോന്നുന്ന സംസാരിക്കണം. ഇപ്പം ഞാൻ പറയുന്ന കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് ഓരോ മനുഷ്യനും അങ്ങനെ. ഇപ്പോൾ ഒരാളെ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ക്ഷമയും ഇതുണ്ടെങ്കിൽ അയാൾ എന്താ ആഗ്രഹിക്കുന്നത്, എന്താ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. ഇത് പെട്ടെന്ന് ഒന്നും
കണ്ട് മാറി കളിയാക്കിയിട്ടുണ്ടോ? എനിക്കിപ്പോ സിനിമ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കളിയാക്കുന്ന ഇഷ്ടംപോലെ എസ്റ്റീം ലെവലാണല്ലേ? എസ്റ്റീം വരും. എന്താ പറയാ, കളിയാക്കുന്നത് എനിക്ക് പരാതി ഒന്നുമില്ല. കാരണം അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ പോരാ കളിയാക്കി ഒരു തവണയെങ്കിലും എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാനിത് ഇവിടെ കൂടെ നിർത്താം, എനിക്ക് പറ്റുന്ന പണിയല്ല, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. ഒരു സമയത്ത് ഈ സിനിമ വേണ്ട, ഇപ്പൊ ചെയ്ത സിനിമ ഇത് വേണ്ട, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തീരുമാനിച്ചു. അത് ഈ സിനിമയെ കൊണ്ട് പ്രശ്നമായി ഈ സിനിമ കാരണം. അല്ലാതെ ഇപ്പം അതെന്താ അങ്ങനെ ഒരു നിമിഷം ജീവിതം തന്നെ വേണ്ട എന്ന് ചിന്തിക്കാനുള്ള നമ്മൾ ഒരാൾ വിശ്വാസവന്തനെ കാണിച്ചു, അത്രയോ. കാരണം നമുക്ക് സിനിമ ചെയ്ത് നമ്മളിപ്പം എന്നെ പറ്റി അറിയാവുന്ന ഒരാളാ, നന്നായിട്ട് അറിയാവുന്ന വ്യക്തി, പിന്നെ എനിക്ക് പറയാം, നല്ലൊരു വ്യക്തി. ഇപ്പം എൻ്റെ കഥ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സബ്ജക്റ്റിന് മാറ്റി മറിച്ച് ഇല്ലാണ്ടാക്കി കളയുക, അങ്ങനെയൊക്കെ ഉണ്ടായി. അതായത് ഈ സിനിമ മുന്നോട്ട് പോകരുതെന്നുള്ള ചിന്തയോടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ സംഭവമുണ്ട്, അവിടെ കുറച്ച് പ്രശ്നങ്ങൾ സംഭവമൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മുടെ വിശ്വാസവഞ്ചന കാണിച്ചു. ഇൻസിഡൻറ്റ് കാരണമാണ് ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് തോന്നുന്നുണ്ടായി. കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തു. അത് മറ്റുള്ളവർക്ക് അറിയാം, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയും. അവരെ മാനിച്ചൊന്നും പറയുന്നത് ഒരാൾക്ക് എന്തുമായിക്കോട്ടെ, അപ്പം വലിയവെന്നോ ചെറുവെന്നോ ഒന്നുമില്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പം എനിക്ക് എൻ്റെ പാലക്കം ഉണ്ടാവും. തീർച്ചയായിട്ടും മനുഷ്യനാണ്. എല്ലാ സ്കില്ലും ഉള്ള ഒരാൾക്ക് തന്നെയും എവിടെയെങ്കിലുമൊക്കെ. പക്ഷേ ആ സംഭവം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി അതുപോലെ ചെയ്യുക. അതിനുശേഷം നമുക്ക് നോക്കാം. പിന്നെ അതിൽ നിന്നും നമ്മളെ ബിഞ്ചു എന്ന് മേടിച്ചുകൊണ്ട് അവനും ഞാനും കൂടെ ഇന്നാലോചിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യും, ഞാൻ ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം, നിങ്ങൾ മുന്നിൽ നിന്നാൽ മതി. അങ്ങനെ ബിഞ്ചുവും വിശാലിന് ഡിയോ ക്യാമറമാൻ, ഇവർ രണ്ടുപേരും ഒരു സപ്പോർട്ടും ഭയങ്കരമായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും നിന്ന് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് പടം എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി റെഡിയാക്കി എടുത്തത്. അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സെൻസറിങ് സംഭവം ഉണ്ടായി. ഇപ്പോൾ സെൻസർ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പകച്ചു നിൽക്കുക, മുന്നോട്ട് വരിയില്ല. കാരണം ഈ സിനിമ ഞാൻ രണ്ടാമത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയപ്പം സാമ്പത്തികമായിട്ടൊന്നുമില്ല. ആദ്യം ഏറ്റവും സപ്പോർട്ട് എൻ്റെ അച്ഛനമ്മയാണ്. അച്ഛൻ അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് കണ്ടപ്പം അമ്മ ചോദിച്ചു എൻ്റെ അച്ഛനും പഴമുണ്ട് കാര്യങ്ങളും പറഞ്ഞു. അമ്മ പറഞ്ഞു. അപ്പം അച്ഛനും പറഞ്ഞു, അച്ഛൻ്റെ മോൻ്റെ ഊരി തന്നു എനിക്ക് ഒന്ന് പണയം വെക്കുന്നു. അമ്മയുടെ കമ്മൊക്കെ ഊരി തന്നു. പണയം വെച്ചിട്ടാണ് ഈ സിനിമ എല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തത്. അമ്മ സെൻസറിങ് ആ പൊസിഷൻ എത്തിച്ചത്. അപ്പം പിന്നെ ഞങ്ങൾ മുന്നോട്ട് വഴിയില്ല. ആ സമയത്ത് നമ്മുടെ മന്ത്രി സതീശ് കണ്ടു. പുള്ളി താഴെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നീ പേടിക്കണ്ട, എന്തോ ഞങ്ങളുണ്ട് എന്ന് ഒറ്റ വാക്കിലാണ് ഈ പടം ഇന്ന് തീയതി എത്തിച്ചത്. അപ്പം എല്ലാവരും ഈ പറഞ്ഞ കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ പിന്തുണ തന്നെ ഉണ്ട്. ഒരു കാലത്ത് ഒത്തിരി അവഗണനയും കളിയാക്കലുകളും ഒക്കെ നേരിടേണ്ടി വന്നെങ്കിലും എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നല്ലേ. ഇനിയിപ്പോ പുതിയ പ്രോജക്റ്റ് വല്ലതും ഉണ്ടോ മനസ്സിൽ? പുതിയ പ്രോജക്റ്റ് ഉണ്ട്, ഇപ്പം ഈ തള്ളി അന്ന് നമ്മളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചവർ വല്ലതും ഇപ്പം സമീപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു വന്നിട്ടുണ്ടോ രംഗത്ത്? വരുവായിരിക്കും, വന്നവരുണ്ട്, വന്നു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. മനസ്സിലല്ലേ, തീർച്ചയായിട്ടും തെറ്റുകൾ ആർക്കും പറ്റില്ല. അവരങ്ങനെ പറഞ്ഞ എനിക്ക് ഓരോ ദേഷ്യമോ ഒന്നുമില്ല, സന്തോഷം മാത്രമേ, നന്ദി മാത്രമേ. സ്കൂളിൽ പഠിച്ച സമയത്ത് അന്നേ ഉണ്ടല്ലോ ഈ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ടീച്ചേഴ്സിനൊക്കെ അറിയാമായിരുന്നോ ഇങ്ങനൊരു മനസ്സിൽ ഇങ്ങനൊരു? ആദ്യം പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി, എച്ചിക്കഥ.
അന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും 2 രൂപ പോപ്പിൻസ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവനൊക്കെ എഴുതിക്കുക, ചുമ്മാ അങ്ങ് എഴുതിക്കുക. സീൻ 1, 2, 1 എസ്റ്റിക്കറിയായത് ഞാൻ കാശ് എഴുതിക്കൊരു താഴെ പൊക്കി തിരിച്ചിട്ട് പൊക്കി എന്തുവാ കാശ് നിനക്ക് എഴുതുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വായിച്ചു നോക്കും. കൊള്ളാം, നന്നായിരുന്നു. അതാണ് ആദ്യമായിട്ട് കിട്ടിയ അപ്രീസിയേഷൻ. ഞാൻ മാത്രമല്ല, ഞാൻ ആദ്യം പിന്നെ നാടകം ചെയ്ത് അഭിനയിച്ച് സ്ക്രിപ്റ്റ് എഴുതി അഭിനയിച്ചിട്ടുമുണ്ട്. ആ നാടകത്തിൽ നമ്മുടെ ഈ സ്കൂൾ തലത്തിലൊക്കെ അങ്ങനെ സുഹൃത്തുക്കൾ എല്ലാവരും നമുക്ക് ഇപ്പോഴുണ്ട്. അഭിനന്ദനം കിട്ടുന്നത് പിന്നീട് അത് വരെ ആയിരുന്നു. പിന്നീട് പോലി പഠിച്ചു. അപ്പം ആദ്യം വരെ എനിക്ക് സിനിമ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതും. 2-3 സ്ക്രിപ്റ്റിങ് എഴുതിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ആദ്യമായിട്ട് പോപ്പിൻസ് വാങ്ങിച്ചു കൊടുത്താണ് സ്ക്രിപ്റ്റ് എഴുതിച്ചത്. അറിയാ അതൊക്കെ സ്ക്രിപ്റ്റ് എഴുതും. ആ പേന എടുത്തോ, ആക്ടിങ് എഴുതിക്കോ, പങ്ക് എഴുതും. ഞാൻ ഫോണിലേക്ക് സംസാരിച്ച് എഴുതും. അങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റാണ് ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറെ പോയി കാണിച്ചതും പുള്ളിക്ക്. ഈ ത്രെഡൊക്കെ എവിടുന്ന് കിട്ടുന്നത്? ചുറ്റുപാടും ധാരാളം വായിക്കും. പണ്ട് തൊട്ടേ വായനാശീലമാണ് കണ്ടുപിടിക്കുന്നത്. കൂടുതൽ ഇഷ്ടപ്പെട്ട ഇത് ഇപ്പം ഇന്നൊരു ത്രെഡ് അതിലെ പോട്ടെ കഥ, ഇപ്പം എന്താ പറയുക, എന്റർടൈൻമെന്റ് ആണോ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഥാപാത്രത്തോടാണോ, സൈക്കോ ത്രില്ലർ ആണോ? ഇത് അങ്ങനെയൊന്നുമില്ല, എല്ലാ ടൈപ്പും എല്ലാ ടൈപ്പും. എന്നാലും ഇത്തിരി കൂടെ ഒരു ഇഷ്ടം എല്ലാം ഒരേ ലെവലിൽ. ഇനി ഉള്ള പ്ലാൻ എന്താ? അപ്പം നല്ലൊരു കോമഡി ചിത്രം ചെയ്യണം. നായകന്മാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? നമുക്ക് ദിലീപിനെ തന്നെ സെറ്റ് ചെയ്താലോ? അല്ല, ആദ്യം ആലോചിച്ച് തുടങ്ങിയത് ദിലീപിൽ നിന്നല്ലേ സിനിമ, അത് നടന്നില്ലല്ലോ. അപ്പം ഇനി നമുക്ക് കോമഡി ചിത്രം ദിലീപിലേക്ക് തന്നെ കൊണ്ടുപോയാലോ? ദിലീപേട്ടൻ വന്നാലോ? ചിലപ്പോ അതെന്ത് പറ്റി? അതിപ്പോ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വിഷയമാണ്. ക്യാമ്പസ് സ്റ്റോറി. ഓ, അതിപ്പോ ദിലീപേട്ടൻ ആ ഒരു ലെവലിലേക്ക് എത്തിയ പോലെ പുള്ളി ഓക്കെ ആണെങ്കിൽ രാകേഷ് ഏട്ടൻ ഓക്കെ 100% ഓക്കെ. നമുക്ക് ദിലീപേട്ടൻ തന്നെ വന്ന് ചെയ്യാൻ ആഗ്രഹം പോലെ. ഇത് മാത്രമേ ഒരാൾക്ക് എല്ലാം നടന്നതും പറ്റും. അതൊക്കെ വർക്ക് ചെയ്തതും ആഗ്രഹം. മമ്മൂട്ടി നമുക്ക് പടം ചെയ്യാൻ നമുക്ക് ഭയങ്കര ഭാഗ്യമല്ലേ? അതങ്ങനെ പറയാൻ പറ്റൂല, ചിലപ്പോ അവസരം ലഭിച്ചാലോ. മഹാഭാഗ്യം. ഒക്കെ ലെഗൻഡറി ആർട്ടിസ്റ്റല്ലേ അതൊക്കെ. മമ്മൂക്ക, മോഹൻലാൽ എല്ലാം ഇല്ലേ. ഇവരൊക്കെ നമ്മളെ കണ്ടു കാണുന്ന മുഖങ്ങളാണ്. ഞാൻ സത്യം അവരെ സിനിമ കണ്ടു ഞാൻ പഠിച്ചു, കുറേ കാര്യങ്ങൾ പഠിച്ചു. ഈ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഏതായിരുന്നു? ജീവിതമാണ് സന്ദേശം. അത് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന അമ്മ. ഇങ്ങനെ സോപ്പിട്ട് വെച്ചേക്കുവാണല്ലേ. അമ്മ അന്ന് തൊട്ടേ സപ്പോർട്ടൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ടും. പിന്നെ ഇടയ്ക്ക് കിട്ടിക്കല്ലോ മതി, നിർത്ത്, നിനക്കൊരു പണിയില്ല, നിനക്ക് ഇതൊന്നും നിർത്തിക്കൂടെ? അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട്. പോകും. എന്നാലും പിന്നെ ഇങ്ങി വരും അല്ലേ? നമ്മുടെ അമ്മമാരുടെ എല്ലാം പൊതു സ്വഭാവമാണ്. മക്കളെ ജോലി ജീവിക്കണം. എപ്പോഴെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ, എടാ ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്നാൽ ശരിയാവത്തില്ല, നീ അതങ്ങ് വിട്ടേക്ക്, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? നീ ജോലിയും നോക്ക്, ജോലി എന്ത് വൈകിട്ട് പോയപ്പോ ഇപ്പം എന്തെങ്കിലും ജോലി ഉണ്ടോ? അല്ലാണ്ട് ഒന്നുമില്ല. അപ്പൊ അമ്മ പറയുന്നത് ശരിയാണ്. അപ്പൊ അമ്മ പറയാം, അമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ പുറകിലെ കുറെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ദൈവം എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ തന്നിട്ടുണ്ട്. അത് ഞാൻ അല്ല, നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇനിയിപ്പം സംവിധായകനായി ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു, ഇനിയിപ്പോ ജോലി ഉണ്ടെങ്കിലല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. അതെന്ത് പറ്റി അങ്ങനെ? അയ്യോ, ഇത്രയൊക്കെ എൻജോയ് ചെയ്തത് പോരെ? ഞങ്ങള് പെൺപിള്ളേര് വന്നു കഴിഞ്ഞപ്പോ എൻജോയ്മെന്റ് നടക്കത്തില്ലെന്നാണോ പറയുന്നത്? അത് പലരുടെ ലൈഫിലെ സുഹൃത്തുക്കളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൂട്ടിലാകുമെന്നുള്ള പേടിയാണോ? അപ്പൊ ഇതുപോലൊക്കെ നടക്കാൻ പറ്റൂല. അല്ല, ഈ ഒരു പാഷനൊക്കെ അംഗീകരിച്ച് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പെണ്ണൊക്കെ ആണെങ്കിൽ നോക്കിക്കൂടെ? അതൊക്കെ ദൈവത്തിനല്ലേ.
അത് പറയാൻ പറ്റൂല, അതൊക്കെ രാകേഷ് ചേട്ടന്റെ കയ്യില. അങ്ങനെയാണെങ്കിൽ നോക്കാം. അപ്പം പുള്ളി സെറ്റ് പറഞ്ഞു കേട്ടാ. പിന്നെ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ? എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻ? കുറച്ച് നല്ല സിനിമകൾ ചെയ്യും. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തുടങ്ങിയോ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള? സ്ക്രിപ്റ്റൊക്കെ റെഡിയാണ്. നീ നല്ലൊരു അടിപൊളി ഒരു കോമഡി സബ്ജക്ട് ചെയ്യും. ആൾക്കാരെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒന്ന് കരയിപ്പിക്കാനൊക്കെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത് ചെയ്യണം. പിന്നെ കുറെ മലയാളത്തിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റിനെ കൂടെ വർക്ക് ചെയ്യണം. നല്ല ഇപ്പം ലൈവായിട്ടിരിക്കുന്ന വർക്ക് ചെയ്യണം. നമുക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട്. ഒരു സമയത്തുള്ള ആ ഒരു എയിം ഒക്കെ ഇപ്പൊ അച്ചീവ് ചെയ്ത് നിൽക്കുമല്ലേ. അതേപോലെ തന്നെ ഇപ്പൊ കുറെ ഇനാഗുറേഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്. ഈ ഡേറ്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ഒന്ന് ഫോൺ വെക്കുക, ഞാനൊന്ന് നോക്കിയിട്ട് ഡേറ്റ് പറയാന്നായിരുന്നു എന്നോട് പറഞ്ഞത്. എന്ത് ഇത്രയും വേണ്ടി പ്രോഗ്രാംസ് ആരും വിചാരിച്ചു നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും നമ്മളെ സ്നേഹത്തോടെ അതെല്ലാവരുടെ സ്നേഹത്തിന്റെ വിളിക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതേപോലെ അവാർഡ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടല്ലേ, ഷോസും. ഞാനിപ്പോ കണ്ടു കുറെ എന്താ പറയുന്ന മൊമെന്റോയും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നു. ഇപ്പൊ എവിടെയൊക്കെ പോയി, ആരൊക്കെ എവിടുന്നൊക്കെയാണ് ഇപ്പം അവാർഡ്സിലൊക്കെ വിളിച്ചോണ്ട്? കുറെ സ്ഥലം കാണാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. ഗാന്ധി ഭവൻ സാധിച്ചു. അച്ചാച്ചനെയും മക്കളെയൊക്കെ കണ്ടോ? അവരെയൊക്കെ കണ്ടു കഴിയുമ്പോഴായിരിക്കും ശരിക്കും എനിക്കൊരു പ്രശ്നമല്ല മനസ്സിലാവുന്നു. എനിക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ നമ്മുടെ മാർച്ച് പ്ലാന്റ് ഒരു ഗോപിനാഥ് മുതുക്ക അവിടെയൊക്കെ പോയി. അതൊക്കെ നമ്മൾ അവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന. അതേപോലെ ബമ്പർ ചിരിയിലൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞു. പോയി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ സപ്പോർട്ട് ആയിരുന്നു. ഇപ്പം ഉടനെ ടെലികാസ്റ്റ് എല്ലാരെയും കണ്ടോ? എല്ലാരുമായിട്ടും എങ്ങനെ ഉണ്ടായിരുന്നു? പിഷാരി കണ്ടു. മഞ്ജു പിള്ള, നസീർ, നവാസ് ഇവരൊക്കെ നമ്മൾ ചെറുപ്പത്തെ കണ്ടുവന്ന ആൾക്കാരല്ലേ. ഈ മഞ്ജു പിള്ള ചേച്ചി നമ്മളെ എല്ലാ സിനിമക്കാരുടെ പുതുക്കോട്ടൊരു പുതുമണൊക്കെ ഉണ്ടല്ലോ. അന്ന് കാണാൻ ആഗ്രഹിച്ച വ്യക്തിത്വം ആയിരിക്കുമല്ലോ ഇവരൊക്കെ. നവാസൊക്കെ നമ്മൾ കുറെ ഇൻസ്പയർഡ് കുറെ കോമഡി ചെയ്തിട്ടുണ്ട്. പുള്ളിയൊക്കെ കാണാം. അന്ന് സ്ക്രീനൊക്കെ ഉണ്ടാക്കുക നേരിട്ട് കാണുമ്പോൾ അതാ ഞാൻ ചോദിച്ചേ. പിന്നെ ഒരു ചാനലിൻ്റെ ഫ്ലോ എങ്ങനെയാണ് ഫ്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നല്ല എക്സ്പീരിയൻസാണ്. പിന്നെ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ ചാനൽ പരിപാടിക്ക് പോകാൻ ചെറുപ്പത്തിൽ ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണല്ലോ. ഫസ്റ്റ് ഇനാഗുറേഷൻ ഒക്കെ എവിടെ? അതിപ്പം ഈ സിനിമയുടെ പേരിലാണ് ഇപ്പം കിട്ടിയത്. അതിന് മുമ്പ് ഷോപ്പിൽ നിന്നൊക്കെ ചെയ്യേണ്ട പേരും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സൗദത്തിലുള്ള കുറെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ആദ്യമായിട്ട് ഈ ഉദ്ഘാടന ചടങ്ങിലൊക്കെ പങ്കെടുത്തപ്പം തോന്നിയ ഒരു അന്നത്തെ സന്തോഷം ഒക്കെ ഉണ്ടാവും, അല്ലാണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നി? ഉദ്ഘാടനം നമ്മൾ ഭാരതീയ സഖ്യമുണ്ട് പണ്ട് കേട്ടുണ്ടോ? ഭാരതീയ സഖ്യം അടിനാട്ടിൽ വളർന്നു വന്ന് പറ്റിയ ആ പരിപാടിയെ പ്രസിഡന്റായി സെക്രട്ടറിയായി ആ പരിപാടി പിന്നീട് ഉദ്ഘാടനം ചെയ്യുന്ന വന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ എക്സ്പീരിയൻസ് അതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ഒരു തോന്നുന്നു. ബാക്കിയൊക്കെ എല്ലാം നല്ലതാണ്. പിന്നെ ഈ സിനിമ ചെയ്യുന്ന പേര് നല്ല അനുഭവം നല്ലതാണ്. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. തിയേറ്റർ ഒക്കെ ഹൗസ്ഫുൾ ആണല്ലേ? നല്ല പ്രതികരണം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഒക്കെ എങ്ങനെയുണ്ട്? അവരുടെ റെസ്പോൺസും കാര്യങ്ങളും? പടം ഒരാഴ്ച കൂടി തിലവിലൂടി വാദം നല്ല നല്ല എല്ലാ ഷോയിലും ഒരു ഷോയിലായിരുന്നു. മിക്ക എല്ലാ ഷോയും 10-50 പേര് ഉണ്ടായിരുന്നു. പിന്നെ പുഷ്പ വന്നപ്പോഴാണ് ചെറിയൊരു ഇത് വന്നത്. അപ്പം പിന്നീട് വീണ്ടും ഷോ ഇടാനുള്ള ഇത് വന്നു. അങ്ങനെ ഇപ്പം 3-ാം വാരത്തിലേക്ക് പോവാം. നാളെ അതായത് 13-ാം തീയതി വെള്ളിയാഴ്ച തൊട്ട് ഷോ തുടങ്ങാൻ പോവാം. അപ്പം നാട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ്. പല ആൾക്കും പടം കണ്ടില്ല കാണാൻ പറ്റിയില്ല ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അവരെയൊക്കെ അപ്രത്യേകം കാണിച്ചുകൊണ്ടാണ് എന്തായാലും നമ്മുടെ നാട്ടുകാർ 12 കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
അതും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. വൈകിട്ട് 6:30 ഷോ എല്ലാവരും പോയി കാണണം. കളം അറ്റ് 24. അപ്പം രാകേഷ് ചേട്ടൻ്റെ കളം അറ്റ് 24 ഇപ്പോഴും ഈ 3-ാമത്തെ ആഴ്ചയും തിയേറ്ററിൽ നല്ല രീതിക്ക് മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പോവുക, ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഈ നിൽക്കുന്ന വ്യക്തി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അല്ലേ? അപ്പം എന്താണ് അവരോട് ഇനിയും പറയാനുള്ളത്? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു പേര് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കളം അറ്റ് 24. കളം ഒഴുക്കുന്നതായിട്ടില്ലേ അത്രേ ഉള്ളൂ. ഇല്ല, ഇതിന്റെ കളം 24 24 മണിക്കൂർ. ഓ അങ്ങനെ. 2024 അതൊരു ഡൗട്ട് വരും. ഈ 2024 ഇതാണോ 24 എന്നുള്ള? 24 hours, 24 മണിക്കൂർ. ഇന്നത്തെ നമ്മുടെ ഒരാളെ കൊണ്ട് ട്രാപ്പ് ചെയ്യുക. ഓ, അയാളുടെ ആ ഒരു ലൈഫിൽ നടക്കുന്ന കാര്യം 24 മണിക്കൂർ എന്താണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ഗ്രാമാറ്റിക്കും ഒരു ത്രില്ലർ മൂവി, ക്രൈം ത്രില്ലർ മൂവി തുടങ്ങുന്ന ഒരു ലൈവായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരു 2 കഥാപാത്രങ്ങൾ ട്രാപ്പിലായി പോകും. ട്രാപ്പിലായി പോയ കഥാപാത്രങ്ങളെ പിന്നീടുണ്ടായ കഥ, ഇവരെന്തിനാണ് അവരെ ട്രാപ്പിലാക്കിയത്, എന്തുകൊണ്ടാണ് ട്രാപ്പിലാക്കിയത് എന്നെല്ലാം കഥയാണ് ഈ പറയുന്നത്. തികച്ചു കണ്ടിരിക്കാൻ പറ്റുന്ന, തിയേറ്റർ പിടിച്ചിരുത്തുമല്ലോ. അപ്പം അവസാനം എന്താണ് നടക്കാൻ പോകുന്നത് അത്യാവശ്യം കണ്ടവരെല്ലാം അതാണ് പറയുന്നത്. പഴം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് എന്താണ് നെക്സ്റ്റ് അങ്ങനെ സാധനമുണ്ട്. പഴത്തിന് ദൂരത്തിൽ കുറഞ്ഞു പോയി, ഡ്യൂറേഷൻ കുറഞ്ഞു. സാറില്ല, നമുക്ക് അടുത്ത സിനിമയിൽ സെറ്റ് ചെയ്യാം. അത് ടെക്നിക്സും മേക്കിങ്ങും എല്ലാം നല്ലതാണ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതുമുഖ അവരും അവർക്കും അവസരങ്ങൾ കിട്ടുകയല്ലേ, എല്ലാം പുതിയ ആൾക്കാരാണ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം അഭിനയിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അഭിനയ മോഹമായിട്ട് നടക്കുന്ന, ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് ഇപ്പൊ പല വാതിൽക്കൽ മുട്ടിയല്ലോ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം റിജക്ട് ചെയ്ത പോലെ ആയിരിക്കും ഈ പുതുമുഖ നടന്മാരും നടികന്മാരും. അവർ ഈ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പല വാതിൽക്കലും ചെന്ന് കാണും, അവരെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ പോലുള്ളവരാണ് അവരെയും ഹെൽപ്പ് ചെയ്യേണ്ടത്. ഒരു സൂപ്പർ സംവിധായകന്റെ ലെവലിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള പുതുമുഖ നടന്മാരെയും നടിമാരെയും കൂടെ ചേർത്ത് പിടിക്കുക. ഇത് നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇപ്പം ഇൻഡസ്ട്രി ലൈവായിട്ടിരിക്കുന്നതൊക്കെ ആരും ഇന്നത്തില്ല, എല്ലാവരും പുതിയ ആൾക്കാർ. തീർച്ചയായിട്ടും ക്യാമറ, ഡിഒപി, എഡിറ്റിങ്, അഭിനയിച്ചവരെ എല്ലാം പുതിയ ആൾക്കാർ. അപ്പം അവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മാക്സിമം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും എക്സ്പീരിയൻസ് ആണ്, എന്നെ സംബന്ധിച്ച് എനിക്കും എക്സ്പീരിയൻസ് ആണ്. അവർക്കും അടുത്തൊരു ചാൻസിന് വേണ്ടി മാക്സിമം അവരുടെ ലെവല് അല്ലെ കാണിക്കാൻ പറ്റും, കാണിക്കുകയും ചെയ്യും. പിന്നെ അതെന്നാണ് വിശ്വാസം. ബാക്കി അവരുടെ ഭാഗ്യം തീർച്ചയായിട്ടും അതുണ്ട്. അതല്ല ഇപ്പം ഈ ഒരു എനിക്ക് നമ്മുടെ ഒരു ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ ചെറുപ്പകാലം തൊട്ടേ, ഒത്തിരി എന്താ പറഞ്ഞ നമ്മള് നേരെ എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഇല്ല അല്ലേ? അങ്ങനെ പലർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയായിരിക്കും. ഇപ്പോഴും എല്ലാം ഉണ്ടായിട്ടും ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാത്ത ഒത്തിരിയും പേര് കാണും. അവരെ സംബന്ധിച്ച് ഭാഗ്യം തന്നെയാണ്. ഭാഗ്യം പറ്റില്ല, നമ്മള് ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യത്തുള്ളൂ. ഇല്ല, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ അതിലേക്ക് ഇറങ്ങണം. അതിലേക്ക് ഇറങ്ങി തിരിച്ച് അതിനകത്ത് കാര്യം കണ്ട് അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ലെവലിലേക്ക് ഇറങ്ങി ചെന്നാലേ അതിന്റെ എക്സ്ട്രീം വരെ എത്തുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് നേരത്തെ പറഞ്ഞു കർമ്മത്തിന്റെ ഫലം. സൂയിസൈഡ് ലെവലിലേക്ക് വരെ ചിന്തിച്ചു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ലെവലിലേക്ക് വരെ പോയെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാരണം ആ പോയിന്റ് എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. അത് ആവശ്യമായിരുന്നു. കാരണം ചേട്ടൻ ഒരിക്കലും അന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചത് തന്നെ തെറ്റ്. കാരണം ഇപ്പോഴത്തെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഇത്രയും സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ട്. മനുഷ്യനല്ലേ, ചിന്തിച്ചു പോകും. പല സാഹചര്യത്തിൽ ചിന്തിച്ചു പോകും, മനുഷ്യനാണ്. അങ്ങനെ ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ഇന്നും പല കൂട്ടുകാരും വന്നിട്ടുണ്ട്, മഴത്ത് ലൈഫ് മഴത്തായി എനിക്ക് അവിടെ കയറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു പോയിഞ്ഞു, എല്ലാ ലൈഫിലും അങ്ങനെ പോയിഞ്ഞുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആ പോയിഞ്ഞും കടന്നായി നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും നമുക്കൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക.
അപ്പൊ ഇനിയും മുന്നോട്ടും ഒത്തിരി ഒത്തിരി അവസരങ്ങൾ കിട്ടട്ടെ. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഇപ്പം അടുത്തത് ചെയ്തു വെച്ചല്ലോ, അടുത്തതും നോക്കി ശ്രമിക്കുക. ആഗ്രഹം പോലെ ദിലീപ് ഏട്ടനും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർസ് എല്ലാം എത്തട്ടെ. അപ്പം രാകേഷ് ഏട്ടന്റെ നെയ്ബറാണ് ഉള്ളത് ഇവിടെ. ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തൊട്ടേയും ഭയങ്കര എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം നമുക്ക് ജോസ് അങ്കിളിനോട് ബാക്കി കാര്യങ്ങൾ രാകേഷ് ചേട്ടന്റെ ചോദിക്കാം. ഹായ് അങ്കിൾ, എത്ര നാൾ തൊട്ട് അറിയാം? കൊച്ചു പ്രായം തൊട്ട് എനിക്കറിയാം. എൻ്റെ ഒരു ജനിച്ചു വീണ സമയം തൊട്ട് അറിയാം. എങ്ങനെയുണ്ട് ഇപ്പൊ രാകേഷ് നല്ല ആക്റ്റീവ് ആയിരിക്കുക. കാരണം അവൻ്റെ ചെറുപ്രായത്തിൽ അവൻ്റെ ശാരീരികമായ ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ശരീരത്തേക്കാൾ മനസ്സ് നല്ല ആക്റ്റീവായിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും അവൻ ഉത്സാഹിയാണ്. ഒരു കാലഘട്ടത്തിൽ തള്ളിക്കളഞ്ഞ ഒരു മേഖല ഉണ്ടായിരുന്നു, പക്ഷേ അവൻ അതിൽ നിന്ന് ഊർജം സംഭരിച്ച് അവന് ആ ഒരു തലത്തിലേക്ക് കടന്നു വരുവാനിടയായി. വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സംവിധായകൻ എന്നൊരു നിലയിലേക്ക് അവൻ്റെ സഹോദരിയും അവർ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരുന്ന ആ കാലഘട്ടം തൊട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. പഠനത്തിലും നല്ല ആക്റ്റീവാണ്, കുഴപ്പമില്ല. അവൻ്റെ ബലഹീനതകളൊന്നും വകവയ്ക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് പൊതുവെയുള്ള അഭിപ്രായങ്ങളൊക്കെ? നാട്ടിൽ നല്ല അഭിപ്രായമാണ്. കാര്യത്തിൽ എല്ലാവരും സപ്പോർട്ടുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു തലത്തിലേക്ക് രാകേഷ് ചേട്ടനെ? അതായത് ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരണം ഈ വീട്ടിലായിരുന്നു ആരംഭിച്ചത്. അപ്പോൾ അത്രത്തോളം അന്ന് ഏകദേശം 100-ലധികം കുട്ടികൾ ഇവിടെ വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുകയും അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസൊക്കെ ഇവിടെ വെച്ച് നടക്കുകയും ചെയ്യുമായിരുന്നു. അന്നൊക്കെ ഇദ്ദേഹം നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ ഈ സിനിമയെക്കുറിച്ചുള്ള ഇത് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിരുന്നു അല്ലേ? ഏകദേശം ഒരു 10 വർഷത്തിനകം വെച്ചാണ് ആ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അതിനെക്കുറിച്ച് വീട്ടിലിരുന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ അതിന് സപ്പോർട്ടീവായിട്ട് ആരും രംഗത്തോട്ട് വന്നില്ല. എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എതിർപ്പുകളെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നുമില്ല, എങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ചില കൂട്ടുകാരൊക്കെ രംഗത്തേക്ക് വന്നു. അങ്ങനെ അവൻ്റെ എന്താ പറയുന്ന ഒരു പൂവ് മൊട്ടിടുമ്പോൾ അതിൻ്റെ പിന്നത്തേതിലത് വിരിഞ്ഞ് അനേകർക്ക് സൗരഭ്യം പരത്തുന്നത് പോലെ ആ ഒരു രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അത് ഇനിയും അധികമായിട്ട് എന്താ പറയുന്ന ഒരു പൂവിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇതളുകൾ കൊഴിഞ്ഞു പോകുന്നുവെങ്കിലും ഒരു ഫലം പിന്നത്തേതിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നാടിന് അഭിമാനം തന്നെയായി നിൽക്കുകയാണല്ലേ? അതെ. ഒത്തിരി ആൾക്കാർക്ക് ഒരു മാതൃക തന്നെയാണ്. കാരണം രാകേഷിനെ ആരും അറിയപ്പെടാത്ത മേഖല ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാകേഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയപ്പെടുന്ന ആളായി മാറിയിരിക്കും. അതൊരു അഭിമാനമാണ്. രാകേഷ് ചേട്ടന്റെ സുഹൃത്തുക്കള് നിങ്ങളാണ് ഈ പുള്ളിക്ക് ഇന്ന് ഈ ലെവലിലെത്താൻ സഹായകരമായതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ എങ്ങനെ ഫ്രണ്ട്സ് ആയത്? ഞങ്ങൾ നാട്ടിലെ സുഹൃത്തുക്കളാണ്. പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമയായിട്ട് അവൻ്റെ അതുപോലുള്ള ഇഷ്ടങ്ങളുള്ളവരാ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. പിന്നെ ഞങ്ങളെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവൻ പടം ചെയ്യുമെന്നും അത് സിനിമയിൽ തിയേറ്ററിൽ എത്തിക്കുമെന്നും 100% ഷുവറായിരുന്നു. അത് ഉറപ്പായിരുന്നു ഞങ്ങൾ കൂട്ടുകാർക്ക്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ കൂട്ടുകാർക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല, അവൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല, മറ്റു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മാറി നിൽക്കുന്ന ചില സമയങ്ങളുണ്ട്. പക്ഷെ അവൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിൽ ചെന്ന് പല ആൾക്കാരെ കാണും, പലയിടത്തുള്ള ആൾക്കാരെയാണല്ലോ കാണുന്നത്. അപ്പം ഇവൻ്റെ വയ്യായ്മയും ഇവൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ വലിയ പ്രശ്നമാണ്, സംസാരിക്കുന്നത് മനസ്സിലാവാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പം ആൾക്കാർ പരിഹസിക്കുകയും കളിയാക്കുകയും അവഗണിക്കുകയൊക്കെ ചെയ്യും. അതെ. അവനപ്പം വളരെ സങ്കടത്തോടു കൂടി തന്നെ വൈകിട്ട് ഞങ്ങളുടെ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അവിടെ വന്നിട്ട് ഇങ്ങനെ പറയും, ഞങ്ങളുടെ ഇന്ന് ഇങ്ങനെ പറയടാ പുള്ളി എന്നൊക്കെ പറയും. അപ്പം കേൾക്കുമ്പം കൂട്ടുകാരെന്നല്ല, അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്കും സങ്കടം ഉണ്ടാവും, മനസ്സുവിഷമം ഉണ്ടാവും. അപ്പം ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അവൻ വന്നിട്ട് ഞങ്ങളുടെ തോളത്തട്ടി പറഞ്ഞു, സാരമില്ലടാ, അത് എന്നെ അറിയാത്തോണ്ടാ, നാളെ എന്നെ അറിയും, എന്നെ അറിയുമ്പോൾ അതങ്ങ് മാറും എന്ന് പറയും. അത് എന്താ വെച്ചാൽ 100% ഷുവറായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് അവൻ ആ ഒരു
നിലയിലോട്ട് എത്തിയിട്ടുണ്ട്. കാര്യം ഈ പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരും കളിയാക്കിയവരും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പിന്നെന്താണ്, അവൻ വിളിച്ച ഫോൺ എടുക്കാത്തൊരു വീട്ടിൽ തിരക്കി വരുന്നു, അവനെ വിളിക്കുന്നു, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് തന്നെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും. അവനെ അങ്ങോട്ട് ക്ഷണിക്കുന്നു, പല പല പരിപാടികൾക്ക് വിളിക്കുന്നു, വിശേഷങ്ങൾക്ക് വിളിക്കുന്നു. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇടയ്ക്ക് ഒരു ചാനലിൽ ഇങ്ങനെ പറയുന്ന കേട്ടു, നിങ്ങൾ ഈ സിനിമയുടെ പ്രൊമോഷൻ എന്തോ ബന്ധപ്പെട്ട് ചാനലുകാരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ സമീപിച്ചിരുന്നു, ഒരുപാട് ചാനൽ സമീപിച്ചിരുന്നു ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അതൊക്കെ മറ്റു ചില വാർത്തകളിൽ നമ്മുടെ ഇത് മുങ്ങിപ്പോയി. അവരുടെ കുറ്റമൊന്നുമല്ല, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അവൻ എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനൊരു വ്യക്തിയാണ് ഈ സിനിമ ചെയ്തതെന്നും ഈ സിനിമയ്ക്ക് വേണ്ടി അവൻ്റെ അത്ര കഷ്ടപ്പാടുണ്ടെന്നും ഒന്നും ആൾക്കാർക്ക് തിരിച്ചറിയാം. പക്ഷെ അവരുടെ കുറ്റമായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ല, ആരും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു മൊമെന്റിൽ അവരത് തിരിച്ചറിഞ്ഞു, ജനങ്ങളത് ഏറ്റെടുത്തു. വളരെ 8 തിയേറ്ററേ നമുക്ക് കിട്ടിയുള്ളൂ. 8 തിയേറ്ററിലും നല്ല ഹൗസ്ഫുള്ളായിട്ട് തന്നെ പടം ഓടി. ഇപ്പോഴും ഓടുന്നു, 3-ാം വാരത്തിലേക്ക് വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഒരു വളരെ ചെറിയ പടമാണ്. ആ പടം 3-ാം വാരത്തിലോട്ട് എത്തുക എന്ന് പറയുന്നതിൽ പല സന്തോഷം. കാര്യം ഇവിടുത്തെ ഏറ്റവും വലിയ കോടികൾ മുടക്കി പടങ്ങൾ പോലും പരാജയപ്പെട്ട് പിന്മാറുമ്പോൾ അവനെടുത്ത ഒരു ചെറിയ പടം 3-ാം വാരം ഓടുക എന്ന് പറയുന്നത് അത് അവൻ്റെ കഷ്ടപ്പാടിന് കിട്ടിയ ദൈവം അവന് കൊടുത്ത അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഞങ്ങൾ തലയുയർത്തി നടക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ സങ്കടപ്പെടുമായിരുന്നു അവൻ്റെ സങ്കടം. നിങ്ങള് രാകേഷ് ചേട്ടന്റെ കൂടെ നടന്നാലും നിങ്ങൾക്ക് കിട്ടിക്കാണല്ലോ കുറ്റപ്പെടുത്തലുകളൊക്കെ. കുറ്റപ്പെടുത്തലുകളല്ല, അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. അവനെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തിന് പറയും അവന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെന്താ പറഞ്ഞു കൊടുക്കാത്തേ എന്നുള്ളതാണ്. ഞങ്ങൾ അന്നേരം പറയും, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, അവനെ അറിയാത്തോണ്ടാ. ഇപ്പം നിങ്ങൾ തന്നെ വന്നപ്പം ആദ്യമേ സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല, അവൻ പറഞ്ഞ് മനസ്സിലാവാത്ത ഒരു 10 മിനിറ്റ് അവനോട് സംസാരിച്ചപ്പോൾ ക്ഷമയോടൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 10 മിനിറ്റിനുള്ളിൽ അവൻ അത് മനസ്സിലാക്കി തരും. അവൻ അങ്ങനെ എല്ലാവരെയും ഇപ്പൊ ഫോണിൽ വിളിക്കുമ്പോൾ ഈ നേരിട്ടാകുമ്പോൾ ചില ആക്ഷനിലൂടെ ഒക്കെ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോൺ വിളിക്കുമ്പോൾ അത് പറ്റൂല. പക്ഷെ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിർത്തില്ല. ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നിടം വരെ അവനത് പറയും. അതിനുള്ള ക്ഷമ അവനുണ്ട്. അവൻ അത്രയും ക്ഷമിച്ച് സഹനശക്തി ഉള്ളത് കൊണ്ടാണ് നിലയിലെത്താൻ പറ്റിയതും അവൻ്റെ പടം ഇത്ര ശ്രദ്ധിക്കപ്പെടുന്നതും. എനിക്ക് തോന്നുന്നു ഈ അടുത്തിറങ്ങിയ പടങ്ങളിൽ കിട്ടിയ ഏറ്റവും വലിയ പ്രൊമോഷനായിട്ട് ഈ പടം. കാരണം നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, ഫേസ്ബുക്ക് തുറന്നാൽ സ്ക്രോൾ ചെയ്യുന്ന 10 മിനിറ്റിനുള്ളിൽ ഒരു 100 തന്നെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിനകത്തില് ഒത്തിരിയും പേര്, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരിയും പേര്. അപ്പം ഞാൻ ചോദിക്കും, ഈ പുള്ളി അറിയാമോ, എനിക്ക് പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഈ പുള്ളിയോടുള്ള ഒരു ആരാധന കൊണ്ട് ഞങ്ങൾ ഇട്ടതാണെന്ന് ആ ലെവലിൽ വരെ. ഞാൻ കള്ളവല്ല, എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാനിത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. കാരണം ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒരുപാട് കോൾസ് വരുന്നുണ്ട്, അവനെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു സങ്കടം എന്ന് പറയുന്നത് എല്ലാവരിലോട്ടും ഈ പടം എത്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. 8 തിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ, ഏതൊരു പടം ഇറങ്ങിയാലും 10, 40, 50 തിയേറ്റേഴ്സിലോട്ട് എത്തും. പക്ഷെ നമുക്ക് അത്ര പോലും എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അധികം ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ സങ്കടം അവർ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പടം കാണാൻ പറ്റില്ല രാകേഷേ, പടം കാണാൻ പറ്റിയില്ല. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ കാണാൻ പറ്റാത്തവരെല്ലാം അതിൻ്റെ ക്യാഷ് കാണാൻ പറ്റിയില്ല എങ്കിലും ആ ടിക്കറ്റിന്റെ ക്യാഷ് നിനക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നവരുണ്ട്. അതൊക്കെ കാണുമ്പം എന്താ അവനെ ഒരു ഫിലിം മേക്കർ നിലയിൽ അവനെയും അവൻ്റെ കൂട്ടുകാരൻ നിലയിൽ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയാണ്. ആലോചിക്കും, ഒരു പടം കാണാതെ അതിൻ്റെ ഫണ്ട് നമുക്ക് അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറയുക എന്ന് പറയുമ്പോൾ അവരോട് കാണിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം എന്നും ഉണ്ടാവണമെന്നേ ഉള്ളൂ നമ്മൾ പ്രാർത്ഥന. ഈ ഒരു പടത്തിന്റെ പാർട്ടാണല്ലേ? ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് പ്രേം എന്നാണ്. പന്തളത്താനാണ് വീട്. ഈ പടം തുടങ്ങുന്നത് എനിക്ക് ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളമായി. ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പാണ് ഞാൻ ഇതിനകത്ത്, നമ്മൾ ഫ്രണ്ട്സാണ്, നമ്മളൊരു സിനിമ എന്ന് പറഞ്ഞൊരു അതിലോട്ട് വിളിക്കുന്നത്. നമ്മളും സിനിമ അല്ലെങ്കിൽ മറ്റ് അതിൽ തന്നെ ആഗ്രഹിച്ച് കിടക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം പെട്ടെന്ന് വന്ന് ഇങ്ങനൊരു ഇതുണ്ട്, നീ നിൽക്കാവോ, ആദ്യമേ പറഞ്ഞ് പ്രൊഡക്ഷൻ സൈഡ് നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു അങ്ങനെ നോക്കി, പിന്നെ ആർട്ടിൽ വർക്ക് ചെയ്തു, സ്വപ്നം കണ്ട് കിടക്കുന്നുണ്ട്. ഇവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇയാൾ അത് ചെയ്യും, നമുക്കറിയാതെ. പിന്നെ ഇത് ഇത്രയും മാത്രം കേരളം ഏറ്റെടുത്തതിൽ ഞങ്ങൾ തന്നെ പേടിച്ചിരിക്കുക. ഇപ്പം സത്യം പറഞ്ഞാൽ എന്ത് അങ്ങോട്ട് തിരിയുമ്പം ഇത് അറിയും, പിന്നെ തിരിച്ചറിയും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് പാലിക്കുന്നുള്ള ഉറപ്പല്ലേ? വന്നപ്പോഴേ എന്നോട് ചോദിച്ചു അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അത് ഓക്കെ, അത് കറക്റ്റാണ്. കാരണം ഇതിനകത്ത് എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാം നമുക്ക് കുറേ ആൾക്കാർ അവസരം കൊടുത്തിട്ടുണ്ട്. കറക്റ്റാ പറയുന്നത്, കറക്റ്റ്. അതൊന്നും സാരമില്ല. പിന്നെ അതൊന്നും കുഴപ്പമില്ല, എന്തോ പറയാനുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സാധാരണക്കാർ ഓരോ വീട്ടിലും ഞാനുണ്ട്. അത് നിർത്തുന്നിട്ടുള്ള
വെറും സാധാരണക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പണം തിയേറ്ററിൽ കാണുമ്പോൾ ഇന്ന് തിയേറ്ററിൽ കയറാത്ത ആൾക്കാർ എനിക്ക് തിയേറ്ററിൽ കയറി എൻ്റെ പലരും പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, രാകേഷ് ഞാനെൻ്റെ പണം നീ ലൈഫ് പണം കണ്ടിട്ടില്ല, പക്ഷെ നിനക്ക് ഞാൻ തിയേറ്ററിൽ വെക്കാം. തിയേറ്ററിൽ കണ്ടു അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു. അതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത്? സപ്പോർട്ട് നമുക്ക് സാധാരണക്കാരെ സപ്പോർട്ട്, അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അത് എൻ്റെ ഏറ്റവും എനിക്കിത് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. തീർച്ചയായിട്ടും അതിനെപ്പറ്റി എങ്ങനെ പറയാനും കഴിയാൻ അത്രയ്ക്ക് വലിയ സന്തോഷമാണ്. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ആരും സംശയിക്കും, ഇതാ പുള്ളിയല്ലേ. ഇപ്പൊ ഫെമിലിയർ ആണല്ലോ, ഇപ്പൊ ഇനിയിപ്പോ എവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയും. ഭയങ്കര ഭയങ്കര ചായ കുടിക്കാനും ഓട്ടക്കാരി ചേട്ടന്മാരും ഓടിയും രാജ്യത്തല്ലേ എന്തുകൊണ്ട് പടം കണ്ടില്ലൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെയൊക്കെയാണ് എല്ലാവരും തിരിച്ചറിയുന്നത് പുറത്തിറങ്ങിയ. ഈ ഒരു ഫിലിമിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അധികം ആൾക്കാരും അറിയാറില്ല. പക്ഷെ ഇതിപ്പോ സിനിമയിൽ അഭിനയിച്ചവരെക്കാട്ടി കൂടുതൽ അല്ലേ അറിയപ്പെട്ടു ഇപ്പം രാകേഷ് എന്ന് പറഞ്ഞ സംവിധായകൻ. ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല, പക്ഷേ നമുക്ക് സംഭവിച്ചു. അത് ദൈവം സംഭവിപ്പിച്ചതാണ്. ഇത്ര നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമായി. പ്ലാൻ ചെയ്തില്ല, നമുക്ക് പ്ലാൻ നമുക്ക് ഈ സിനിമയെ കുറച്ച് ഇന്റർവ്യൂ ചെയ്യണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് എല്ലാവർക്കും. ഇതല്ല ഇതിനെന്താ പറയുന്നത്, ഇതിനൊരു എൻഡെന്ന് പറഞ്ഞ സംഭവമില്ല. ഇനിയും മുന്നോട്ട് രാകേഷ് സിനിമകൾ ചെയ്യും, ആൾക്കാർ ഇതിന്റെ ഇരട്ടി ഹൃദയത്തിലേക്കും. പിന്നെ എല്ലാ ഓഡിയൻസും പറയാൻ കാര്യമില്ല, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം എൻ്റെ അടുത്ത സിനിമയിലും ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സംഭവം തരും എന്ന് വിശ്വസിക്കുന്നു. കാരണം ആരെ നിസ്സാരപ്പെടുത്തട്ടെ, എല്ലാവരും എൻ്റെ സിനിമയിലുണ്ട്. മുന്നോട്ടും നല്ല നല്ല സിനിമകൾ രാകേഷ് ചേട്ടൻ്റെ വകയായിട്ട് തന്നെ നമുക്ക് കിട്ടട്ടെ. ഈ ഒരു സിനിമാ മോഹമായിട്ട് മുന്നോട്ട് പോട്ടെ. അച്ഛാ, മോന്റെ സിനിമയൊക്കെ കണ്ടോ? സിനിമ കണ്ടു. എങ്ങനെയുണ്ട്? എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറയാൻ അറിയാൻ വയ്യെങ്കിലും കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ രാകേഷ്? ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നേരത്തെ ഇവിടെ ടെലിഫിലിമൊക്കെ എടുത്തിട്ടുണ്ട്, അവാർഡും കിട്ടിയിട്ടുണ്ട്. ഈ കാപ്പ ടിവിയുടെ അവാർഡ് കിട്ടി. അന്നൊക്കെ ഞാൻ പറയും, ഞാൻ എതിർപ്പായിരുന്നു അന്നും. ഞാൻ നിന്നെ കൊണ്ട് ഒക്കാത്ത കാര്യം ഒന്നും നോക്കണ്ട, വിട്ടിട്ട് വല്ല ജോലിക്ക് ശ്രമിക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ജോലി കിട്ടിയാൽ ഫ്യൂച്ചറിൽ നമുക്ക് പ്രയോജനം ഉണ്ടല്ലോ. അത് ഇതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അതൊന്നും അല്ല, ഞാൻ അച്ഛനച്ഛൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ നോക്കിക്കോട്ടെ. എന്നാ നീ നോക്കിയോ മോനെ എന്ന് പറഞ്ഞു. ഞാനിവിടെ എനിക്ക് ഒരു വെള്ളിമ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം കഴിയാക്കി ഈ ടെലിഫിലിമിന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അത് കുറേയേറെ 4-5 നടത്തിയെന്ന് തോന്നുന്നു. അത് നമ്മൾ കണ്ടിട്ട് കാണാൻ പോട്ടുന്നില്ല. അത് കിട്ടും. മോടെ മോനുണ്ട്, ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. അതിനെയും കൊണ്ടുപോയിട്ട് അയാളെ അതിനകത്ത് അഭിനയിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ഇവിടെ വന്നിരുന്നു. വല്ലാത്തൊരു മോഹമായിട്ടിരുന്ന കാശിന്റെ കുറവാ, നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല. എൻ്റെ ഒരു മോതിരേ ഉള്ളായിരുന്നു. അത് പിന്നെ കൊടുത്ത് എടുത്തു തരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് കൊടുത്തത്. എനിക്കതല്ല ഉള്ള, എൻ്റെ കാലെല്ലാം ഒടിഞ്ഞതാ, 4 ഒടിഞ്ഞിരിക്കുന്ന കാലാ. പക്ഷെ ഇപ്പൊ അതിനെക്കാട്ടി വിലയുള്ളത് തിരിച്ചു തന്നില്ലേ? പേരായിട്ടുണ്ട്, നല്ല പേരായി. ഇപ്പൊ ഈ ഒരു കുരമ്പാല എന്ന നാടിന് മാത്രമല്ല, മൊത്തം കേരളക്കാരൊക്കെ ആകെ അഭിമാനമായിട്ട് നിൽക്കുകയാണ് രാകേഷ് കൃഷ്ണൻ. രാകേഷിന് ഭയങ്കര സ്വീകരണമല്ലേ എന്നും. ഇന്നാണെങ്കിൽ MLA ചിറ്റയം ഗോപകുമാരൻ വന്നായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാരെക്കാട്ടി മൂല്യമാണ് നമുക്ക് തിരിച്ചു. സ്വർണ്ണത്തെക്കാളും മൂല്യം. എന്നാലും എനിക്ക് സ്വർണ്ണം എടുത്താൽ എനിക്ക് നമുക്ക് വേറെ വരുമാനം ഇപ്പൊ ഒന്നുമില്ലല്ലോ. അച്ഛന്റെ മോതിരം എത്രയും വേഗം എടുത്തു കൊടുത്തോളൂ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെ സാക്ഷി പറഞ്ഞേക്കാണ്, കുറച്ച് പൈസ അടച്ചിട്ടുണ്ട് കേട്ടോച്ചാ, കുറച്ച് പൈസ അടച്ചിട്ടുണ്ട്. അപ്പം എത്രയും വേഗം അച്ഛൻ ഇങ്ങനെ പറയരുത്. നമ്മുടെ മലയാള സിനിമയുടെ യുവ സംവിധായകനാ. എന്നെ കൊണ്ട് ഒക്കുന്നമാര് നല്ലപോലെ അണക്കട്ടെ. ഞങ്ങൾക്കും ഭയങ്കര താല്പര്യമായി. ഇപ്പം
അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പറയുകയും വേണ്ട, അങ്ങ് കൂടെ നടക്കും എല്ലാത്തിനും. ആ ഒരു സപ്പോർട്ട് അല്ലേ അച്ഛാ ഇന്ന് ഈ ഒരു ലെവലിലേക്ക്? അമ്മയുടെ സപ്പോർട്ട് നല്ലവണ്ണക്കുണ്ട്. നേരത്തെ ഇതിനൊക്കെ ആണെങ്കിൽ ഈ അഭിനയിക്കുന്നവർക്കൊക്കെ ചോറും കറിയൊക്കെ കൊണ്ട് കൊടുക്കും, വെച്ച് കൊണ്ടുപോവുകയും കൊണ്ട് കൊടുക്കുകയും ഇവിടെ വന്ന് കഴിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കാശൊന്നും ചിലവാക്കാനുള്ള പണിയല്ലയോ. നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് അമ്മയെ കാണാൻ പറ്റിയില്ല, അമ്മ പുറത്ത് ജോലിക്ക് പോയേക്കും അല്ലെ. ഇനി ഒരു ദിവസം വന്ന് ഞങ്ങൾ അമ്മയെ കാണുന്നതായിരിക്കും. അപ്പം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ അല്ലേ അച്ഛാ? അതെ, ഇനിയും അവൻ്റെ കഴിവിൻ്റെ പരമാവധി ഉയരത്തിലായിട്ട് ഇറങ്ങി എത്തട്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.